ജ്ഞാനം എന്ന് പറഞ്ഞാൽ ഭൗതികമായ കാര്യത്തിൽ അവര് വളരെയധികം ജ്ഞാനമുള്ളവരാണ്. അതുപോലെ തന്നെക്കുറിച്ചുള്ള അറിവ്, അതിന്റെ പേരാണ് വിജ്ഞാനം. ഭൗതികമായ അറിവുമുണ്ട്, തന്നെക്കുറിച്ചുള്ള, അതെന്താണ്, താൻ എങ്ങനെയാണ് കാര്യങ്ങളെ കാണേണ്ടത് എന്നുള്ള കാര്യത്തെക്കുറിച്ചും എക്സ്റ്റേണൽ ആൻഡ് ഇന്റേണൽ, അതായത് ഇന്നത്തെ ഭാഷ പറഞ്ഞാൽ മെറ്റീരിയൽ ആൻഡ് സ്പിരിച്വൽ. മെറ്റീരിയൽ അവനവൻ ചെയ്യുന്ന കർമ്മമേഖലയെക്കുറിച്ചും അറിയാം, എന്നാൽ അവനവനെ ബാലൻസ് ചെയ്യുന്ന കാര്യവും അറിയുന്ന ആസ്തിക്യ ബുദ്ധി എന്ന് പറഞ്ഞാൽ സെൽഫ് കോൺഫിഡൻസ് ഉള്ള, അതായത് തന്നിൽ തന്നെ ഒരു റെസ്പെക്ട് ഉള്ള. ആസ്തിക്യം എന്ന് പറഞ്ഞാൽ ഈശ്വര വിശ്വാസം എന്നൊക്കെയാണ് ബേസിക്കലി. നാസ്തിക എന്നൊക്കെ കേട്ടില്ലേ? പക്ഷെ ഇവിടെ ഈശ്വര വിശ്വാസം എന്നൊരു വാക്കല്ല ഉപയോഗിക്കുന്നത്. ഇവിടെ പറയുന്നത് സെൽഫ് റെസ്പെക്ട് ഉള്ള, സെൽഫ് കോൺഫിഡൻസ് ഉള്ള ഒരു വ്യക്തിത്വത്തിന്റെ പേരാണ് ബ്രാഹ്മണൻ. ഈ ക്വാളിറ്റികളിലേക്ക് നമ്മൾ ഉയർന്നു കഴിഞ്ഞാൽ അവരിൽ സാത്വിക ഗുണം, ബ്രാഹ്മണ ഗുണം വളരെ കൂടുതലാണ്. ഏതൊക്കെയാണ്? ശമം, ധമം, തപസ്, ശൗചം, ശാന്തി, ആർജവം, ജ്ഞാനം, വിജ്ഞാനം, ആസ്തിക്യം. എത്ര ക്വാളിറ്റീസ് ആണ് നോക്കൂ. ഈ ക്വാളിറ്റീസ് ഉള്ള ഒരാളെയാണ് എന്ത് പറയുക? ബ്രാഹ്മണൻ. അപ്പൊ അവരിൽ എന്തു ഉണ്ടായിരിക്കണം? ഏത് ഗുണം ഉണ്ടായിരിക്കണം? അപ്പൊ നമ്മൾ കേൾക്കുന്ന നമുക്ക് ആളുകളൊക്കെ ഈ തെറ്റായി മനസ്സിലാക്കുകയാണ്. കാരണം ഇതൊക്കെ ഒരു കാലഘട്ടം കൊണ്ട് സമൂഹത്തിലുണ്ടായതാണ്. ഇത് ബ്രാഹ്മണൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുലത്തിൽ, സത്യത്തിൽ ഈ കുലം എന്നൊക്കെ പിൽക്കാലത്ത് വന്നതാണ്. ഈ കാര്യമുണ്ടല്ലോ ശരിക്കും പഠിക്കേണ്ടതാണ്. നമുക്ക് ഈ ചാതുർവർണ്ണ്യം എന്നത് ഇന്നത്തെ ഒരു സൊസൈറ്റിക്ക് പറ്റുന്ന വിധത്തിൽ പഠിക്കേണ്ടതാണ്. ഞാൻ ഈ മുഴുവൻ ടോപ്പിക് പറഞ്ഞിട്ട് നമുക്കത് ഡിസ്കസ് ചെയ്യാം. അടുത്തത് ശൗര്യം, തേജോ, ധൃതിർദാക്ഷ്യം, യുദ്ധേ ചാപ്യപലായനം, ദാനമീശ്വരഭാവശ്ച, ക്ഷാത്രം കർമ്മ സ്വഭാവജം. ഈ തരം ഒരു മൈൻഡ് സെറ്റുള്ള, ചിന്താഗതികളുള്ള ആളുകളാണ് ക്ഷത്രിയ സംസ്കാരം. ശൗര്യം, ഏത് കാര്യത്തെയും നേരിടാനുള്ള ഒരു കഴിവ്, ശൗര്യം, ശൂരത. പിന്നെ രണ്ടാമത്തതോ തേജോ, എല്ലാ കാര്യത്തിലും അവർ പുറകോട്ടില്ല, അവര് തേജസ്സോടെ മുന്നോട്ട് പോകുന്ന, ആ തേജസ് എന്നുള്ള രണ്ടർത്ഥാണ്. സ്കിൽഫുൾ ആയിട്ടുള്ള, വളരെ കഴിവുകളുള്ള, അവരുടെ തേജസ് എന്ന് പറഞ്ഞാൽ അവരുടെ കഴിവാണ്. ധൃതി എന്ന് പറഞ്ഞാൽ കോൺഫിഡൻസ്, നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്. ദാക്ഷ്യം എന്നതിന് സെൽഫ് കൺട്രോൾ, അതായത് തൻ്റെ കർത്തവ്യങ്ങൾ ചെയ്യാൻ കോൺഫിഡൻസുമുണ്ട്. അത് എങ്ങനെയൊക്കെ ചെയ്യണം, എങ്ങനെ ചെയ്യരുത് എന്നുള്ള ഒരു അറിവും കൺട്രോളും ഒക്കെ ഉള്ള, യുദ്ധത്തിൽ നിന്നും പലായനം. എന്താണ് അപലായനം? പലായനം എന്ന് പറഞ്ഞാൽ പിന്തിരിഞ്ഞോട്. എന്നാൽ ആരാണ് യുദ്ധക്കളത്തിൽ നിന്നും? അത് കൃഷ്ണൻ അർജുനൻ വെച്ചു കൊടുത്താണ്. കാരണം അർജുനൻ ഇടയ്ക്ക് വെച്ചിട്ട് എന്ത് ചെയ്തു? യഥോവസ്ഥ ഉപവിശത്, രഥത്തിൽ ഇരുന്നു. അർജുന, ആരാണോ അങ്ങനെ യുദ്ധക്കളത്തിൽ നിന്നും ഓടിപ്പോവാതെ ദാനം, മറ്റുള്ളവർക്ക് ദാനം ചെയ്യാൻ, അതായത് ഈ ക്ഷത്രിയന്റെ കയ്യിൽ സമ്പത്തും സമൃദ്ധിയും ഉണ്ടാവും. അപ്പൊ അവൻ മറ്റുള്ളവർക്ക് ദാനം ചെയ്തുകൊണ്ട് ഈശ്വരഭാവം. ഇവിടെ ഈശ്വരഭാവം എന്നൊക്കെ പറഞ്ഞാൽ നെഗറ്റീവായിട്ട് എടുക്കരുത്. ഈശ്വരഭാവം എന്ന് പറഞ്ഞാൽ മറ്റൊരാളെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള ആ ഒരു ഉള്ളിലുള്ള അവരുടെ കഴിവ്, മറ്റുള്ളവരെ പ്രൊട്ടക്ട് ചെയ്യണം, ആ തരത്തിലുള്ള അവരുടെ ആ പോസിറ്റീവ് ആയിട്ട്. ഇങ്ങനെയുള്ള ഒരു രജോ ഗുണാത്മകമായ ക്വാളിറ്റി ആരിലുണ്ടോ, ആ ക്വാളിറ്റി ഉള്ളവരെ ക്ഷത്രിയൻ എന്നറിയും. അപ്പൊ ബ്രാഹ്മണനും ക്ഷത്രിയനും തമ്മിലുള്ള വ്യത്യാസം വെച്ചാൽ, ബ്രാഹ്മണൻ കുറെ ഇൻട്രോവേർട്ടഡ് ആണ്, ക്ഷത്രിയൻ കുറെ എക്സ്ട്രോവേർട്ടഡ് ആണ്. പക്ഷെ ക്ഷത്രിയന്റെ ക്വാളിറ്റി എന്താന്ന് വെച്ചാൽ, അയാൾ കുറെ സെൽഫ് ഉണ്ടെങ്കിലും ഒരു സെൽഫ്ലെസ്സിലേക്ക് കുറച്ച് ഇവോൾവ് ചെയ്ത് ഒരു സൊസൈറ്റിയെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള തൻ്റെ കഴിവുകൊണ്ടും മറ്റും ഒരു ധർമ്മത്തെ സംരക്ഷിക്കാനുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ഉള്ളവനാണ് ആര്? ക്ഷത്രിയ. ചില വാല്യൂസ് ഉള്ളവരാണ് ആര്? ക്ഷത്രിയന്മാർ. ഇനി മൂന്നാമത്തത് കൃഷി, ഗൗരക്ഷ്യവാണിജ്യം,
വൈശ്യകർമ്മ സ്വഭാവജം പരിചര്യാത്മകം കർമ്മ ശൂദ്രസ്യാപി സ്വഭാവജം. ഒറ്റ ശ്ലോകം കൊണ്ട് കൃഷ്ണൻ വൈശ്യന്റെയും ശൂദ്രന്റെയും ലക്ഷണം. ബ്രാഹ്മണന് വേണ്ടി ഫുൾ ശ്ലോകം, ക്ഷത്രിയനും വേണ്ടി ഫുൾ ശ്ലോകം. ഇവിടെ വൈശ്യനെയും ശൂദ്രനെയും പറയാൻ ഒരൊറ്റ വരി കൊണ്ട് രണ്ടും തീർക്കും. ഏതൊക്കെയാണ്? കൃഷി, ഗോരക്ഷ, വാണിജ്യം. ഏതൊക്കെയാണ്? കൃഷി, വ്യവസായം എന്ന് വെച്ചാൽ ബേസിക്കലി വ്യവസായം, വാണിജ്യം. ഇതൊക്കെ ആരുടെ? വൈശ്യകർമ്മ സ്വഭാവം. അപ്പൊ വൈശ്യന്മാരുടെ സ്വഭാവമാണ്. പരിചര്യ എന്ന് പറഞ്ഞാൽ സെർവിങ്, സൊസൈറ്റിയെ സെർവ് ചെയ്യുന്നതാണ് ആരുടെ? ശൂദ്രസ്യ സ്വഭാവം. അപ്പൊ ഈ 4 എണ്ണം നമുക്ക് ഏറെക്കുറെ മനസ്സിലായി. ഏതൊക്കെയാണ് ബ്രാഹ്മണന്റെ ക്വാളിറ്റി? ശമം, ദമം തുടങ്ങി കുറെ ഇൻട്രോവേർട്ടഡ് ആണ്. ബ്രാഹ്മണന്റെ ക്വാളിറ്റി മുഴുവൻ മൈൻഡ് ലെവലിലാണ്. കാരണം ബ്രാഹ്മണൻ എന്ന് പറയുന്ന ആ മൈൻഡ് സെറ്റ് ഉള്ളവർ വളരെ ഇവോൾവ് ആണ്. ക്ഷത്രിയൻ എക്സ്ട്രോവേർട്ടഡ് ആണെങ്കിലും അയാളുടെ സെൽഫ് മറ്റുള്ളവരെക്കാൾ വളരെ കുറവാണ്. സെൽഫ്ലെസ്സിലായിട്ട്, സെൽഫിഷ്നെസ്സിൽ നിന്നും മറ്റുള്ളവരെ പ്രൊട്ടക്ട് ചെയ്യണം, മറ്റുള്ളവരെ ദാനം, മറ്റുള്ളവരെ പ്രൊട്ടക്ട് ചെയ്യുക, ഈശ്വരഭാവം. ഞാൻ പറയും ഈശ്വരഭാവം എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ പ്രൊട്ടക്ട് ചെയ്യുക, ഈ തരത്തിലൊക്കെ ഒരു മൈൻഡ്. എന്നാൽ കൃഷി, വാണിജ്യം തുടങ്ങിയുള്ള പ്രവൃത്തികളാണ് ആര്? വൈശ്യൻ. അതിൽ ഇൻട്രസ്റ്റ് ഉണ്ട്. എന്നാൽ പരിചര്യ, അതിൽ മൈൻഡുള്ളവരാണ് ശൂദ്രൻ. ഇനി വളരെ ശ്രദ്ധിക്കണം. ഈ പറയുന്നത് സത്യം പറഞ്ഞാൽ നമ്മുടെ ഹോൾ കൺട്രിയുടെ ഒരു ഡെവലപ്മെന്റ് ആണ് ഈ ബ്രാഹ്മണ, ക്ഷത്രിയ, വൈശ്യശൂദ്രൻ. ശരിക്കും ഇതിനെക്കുറിച്ച് ശരിക്കും പഠനം വേണം. ഇപ്പൊ ഞാൻ ഇന്നത്തെ ഒരു ആറ്റിറ്റ്യൂഡ് പറയണം, അത് മനസ്സിലാവും. അതായത് തീരെ പഠിക്കാൻ ഒരു മൈൻഡില്ല, ഇങ്ങനെ ഒരു സെർവിങ് മൈൻഡുള്ള, അതായത് പഠിക്കാൻ ഇൻട്രസ്റ്റ് ഇല്ല, എന്തെങ്കിലുമൊക്കെ ജോലിക്ക് പോവാം, ആ മൈൻഡുള്ളവരെ അവരുടെ ആ പണി അവരെ ചെയ്തോട്ടെ. അവരുടെ ആറ്റിറ്റ്യൂഡിനെ കുറച്ചുകൂടി പോസിറ്റീവ് ആക്കിക്കൊണ്ട് പണി, കാരണം അവരുടെ ഉള്ളിൽ ഡോമിനേറ്റ് ചെയ്യുന്നത് ആ ഒരു വാസനയാണ്. അവർക്ക് അല്പം പോലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാതെ അവരെ, അങ്ങനെയുള്ളവരെ അവരുടെ ആറ്റിറ്റ്യൂഡ് ഡെവലപ്പ് ചെയ്യുന്ന രീതിയിൽ അവരെ മെന്റലി കുറച്ചുകൂടി ഇവോൾവ് ചെയ്യിക്കുന്ന രീതിയിലുള്ള എഡ്യൂക്കേഷൻ വേണം. അത് ഈ പണി മുഴുവൻ വിട്ടിട്ട് ഈ സാധാരണ കുട്ടികൾ പഠിക്കുന്ന സിലബസിൽ അവരെ കൊണ്ടുവന്ന് ഒന്നുമില്ലാതെയാക്കി തീർക്കണം. നിങ്ങൾ നോക്കൂ, നമുക്ക് ട്രഡീഷണലായിട്ട് ഈ ലോകത്ത്, ഇന്ത്യയിൽ തന്നെ പാരമ്പര്യപരമായിട്ട് വൈദ്യന്മാരും പരമ്പരാഗതമായി ആർട്ടും മറ്റും അറിയുന്നവരുണ്ടായിരുന്നു. എന്നാൽ ആ ഒരു സിസ്റ്റം മുഴുവൻ മാറ്റി എല്ലാവരും ഒരുപോലെ പഠിപ്പിക്കുക എന്ന് അയക്കപ്പോൾ അതിൽ പഠിക്കാൻ താല്പര്യമുള്ളവർ വളരെ കുറവാണ്. പലരും എങ്ങും എത്താതെ പോകുന്നവർ. ഇത് സത്യത്തിൽ സംഭവിക്കുന്നത് അറിയോ? കുറെ കഴിഞ്ഞാൽ ഒരു ഫ്രസ്ട്രേഷൻ വന്ന് ഇവരൊക്കെ നാളെ ആയുധങ്ങൾ എടുക്കും. അങ്ങനെയാണ് നക്സലിസം വരുന്നത്. അങ്ങനെയാണ് ഇപ്പൊ അമേരിക്കയിലൊക്കെ നോക്കൂ നിങ്ങൾ, കുറെ കുട്ടികളായി ഫ്രസ്ട്രേറ്റഡ്, എവിടെ എത്തും പറ്റാതെ, ഞാനോ രക്ഷപ്പെടുന്നില്ല, നീയും രക്ഷപ്പെടില്ല. ഇന്നിപ്പോ അമേരിക്കയിൽ ഒരു മാളിലും ഒരു ഷോപ്പ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. എപ്പോഴാണ് ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള ഒരുത്തം വരിക എന്നറിയില്ല. അങ്ങനെ പടപട അടിക്കുകയാണ്. ഒരുവിധം സ്കൂളുകളിലൊക്കെ പോലീസ് സെക്യൂരിറ്റി വെക്കേണ്ട അവസ്ഥയാണ്. ഇന്നിപ്പോ അവിടെ നമ്മൾ എയർപോർട്ടിൽ പോകുന്ന സെക്യൂരിറ്റിയാണ് അമേരിക്കൻ സ്കൂളുകൾ. കാരണം എപ്പോഴാണ് ഏത് വിദ്യാർത്ഥിയാണ് തോക്ക് കൊണ്ടുവരിക എന്നറിയില്ല. ഈ രീതിയിലുള്ള ഒരു ഫ്രസ്ട്രേറ്റഡ് സൊസൈറ്റി ഉണ്ടാക്കിയതിന് കാരണം ഇതൊന്നും ഫോളോ ചെയ്യും. ഞാൻ പറയുന്നത് വളരെ ശ്രദ്ധിക്കുക. ചിലവരിൽ ശ്രദ്ധിക്കണം, ചിലവരിൽ സർവീസ് മൈൻഡ് വളരെ കൂടുതലുള്ളവരിൽ ആ സർവീസ് മൈൻഡിൽ തന്നെ ആറ്റിറ്റ്യൂഡ് പോസിറ്റീവ് ആക്കിക്കൊണ്ട് അവരെ ആ ലെവലിൽ അത് നല്ല രീതിയിൽ ചെയ്ത്, ഇപ്പൊ നോക്കൂ, നമ്മൾ ഹൗസ് കീപ്പിംഗ് എന്ന് പറയുന്നത് അതൊരു സർവീസാണ്. പക്ഷെ അത് കുറെ കൂടി ക്വാളിറ്റേറ്റീവായി ചെയ്ത് അവരുടെ ആ ഒരു ലെവൽ ഓഫ് ലൈഫിനെ ഉയർത്തി, അങ്ങനെ അവരെ ഉയർത്തിക്കൊണ്ടുവരുമ്പോഴാണോ എവല്യൂഷൻ ഉണ്ടാകുന്നത്? അതോ ആ ഫീൽഡിൽ നിന്ന് മുഴുവൻ മാറ്റിക്കൊണ്ട് വേറൊരു കാര്യം അവരെ തല്ലി പഠിപ്പിച്ചുകൊണ്ട് റെഡിയാക്കുന്നതാണോ? പറയൂ നിങ്ങൾ. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓരോരുത്തരുടെയും ചില ഓറിയന്റേഷൻസ്. ഇപ്പൊ ചിലവർക്ക് കൃഷി, വാണിജ്യം, ചിലവർക്ക് ബിസിനസ് ആറ്റിറ്റ്യൂഡുള്ള കുട്ടികൾ. ഈ ബിസിനസ് ആറ്റിറ്റ്യൂഡുള്ള കുട്ടികളെ തല്ലി പഠിപ്പിച്ച് അതിനെ എൻട്രൻസ് കോച്ചിങ് ചെയ്ത് നീറ്റ് എക്സാം എഴുതിച്ച് അത് MBBS കഴിഞ്ഞാൽ അതിന് ചെയ്യാൻ പറ്റില്ല. കാരണം ഉള്ളിൽ കടന്ന് കളിക്കുന്നത് മുഴുവൻ അയാളുടെ ഉള്ളിൽ ബിസിനസ് മൈൻഡ്.
അപ്പൊ ആ ബിസിനസ്സിനെ ഡെവലപ്പ് ചെയ്തിരുന്നെങ്കിൽ ഒരുപക്ഷെ അയാൾ ബിസിനസ് വേൾഡിൽ അയാൾ ഗംഭീരമാണ്. എന്നാൽ നോക്കൂ നിങ്ങൾ, അവിടെ രണ്ട് കാര്യങ്ങളാണ്. അപ്പൊ അയാളുടെ ഉള്ളിലുള്ള, ഇന്നത്തെ ഭാഷ പറഞ്ഞ പാഷൻ അല്ലേ, എന്താ പറയുക, പാഷൻ. ആ പാഷൻ അനുസരിച്ചുള്ള സ്കില്ലും അതിൻ്റെ കൂടെ തന്നെ അയാൾക്കൊരു സർവിങ് ആറ്റിറ്റ്യൂഡ്, ഒരു സെൽഫിഷ്നെസ്സിൽ നിന്നും ഒരു സെൽഫ്ലെസ് ആയിട്ട്, അതായത് മറ്റുള്ളവരെ കൂടുതൽ അവരെ കെയർ ചെയ്യുമ്പോൾ, സന്തോഷിപ്പിക്കുമ്പോൾ അതിൽ കിട്ടുന്നൊരു സന്തോഷവും, അങ്ങനെ മറ്റുള്ളവർ അവർക്ക് കൂടുതൽ. ഇപ്പൊ നോക്കൂ, നമുക്ക് ഒരു കാര്യം ഇപ്പൊ മനസ്സിലാവുന്നുണ്ട്, വേൾഡ് ഇംപ്രൂവ് ചെയ്യുന്നു. ഇപ്പൊ നോക്കൂ നിങ്ങൾ, ഇപ്പൊ നമുക്ക് ഗൂഗിൾ മാപ്പ് അതുപോലെ തന്നെ ആപ്പുകളൊക്കെ വന്ന് ഇപ്പൊ പണ്ടത്തേതിനേക്കാളും മനുഷ്യൻ കുറച്ചുകൂടി സിൻസിയർ അല്ലെങ്കിൽ സർവൈവ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പൊ കള്ളത്തരത്തിൽ വണ്ടി ഓടിക്കുന്നവനെ കണ്ടുപിടിക്കാൻ ഈ ആപ്പുകളിലൂടെ പറ്റും. ഉണ്ടോ? ഇതുപോലെ ഇപ്പോൾ ഓരോരുത്തരുടെ വർക്ക് ക്വാളിറ്റി നോക്കാൻ നമുക്ക് സൗകര്യങ്ങളുണ്ട്, ഉണ്ടാവില്ലയോ? അപ്പൊ അവനവന്റെ വർക്ക് ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാതെ ഒരാളെ പിടിച്ചിട്ടൊരു വർക്കിൽ കൊണ്ടിട്ട് എന്താ കാര്യം? അവർക്ക് അതിനുള്ളൊരു ട്രെയിനിങ് കൊടുത്തു കഴിഞ്ഞാൽ നല്ല കഴിവുള്ള, നല്ല ആറ്റിറ്റ്യൂഡുള്ള, നല്ലൊരു മൈൻഡ് സെറ്റുള്ള ആളുകളെ ഡെവലപ്പ് ചെയ്യാൻ പറ്റുമോ? കമോൺ, പറയൂ നിങ്ങൾ. ഇപ്പോൾ ഒരു കുറച്ചുകൂടി ഒരു മറ്റുള്ളവരെ പ്രൊട്ടക്ട് ചെയ്യാൻ ഉത്തരവാദിത്തമുള്ള ശൗര്യവും വീര്യവും അങ്ങനെയുള്ളവരെ മിലിറ്ററിയിൽ എടുത്തിട്ടേ കാര്യമുള്ളൂ. അല്ലാത്തവരെ മിലിറ്ററിയിൽ എടുത്തു കഴിഞ്ഞാൽ അവന്റെ നെഗറ്റീവ് മൈൻഡ്, അവൻ അവിടെ പോയി അലസനാണ്. അങ്ങനെയുള്ളവരാണ് രാഷ്ട്രത്തിന് എഗെയിൻസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുക. മനസ്സിലാവുണ്ടല്ലോ? ഒരുപക്ഷെ നമ്മുടെ ഇന്ത്യയിലെ മിലിറ്ററിക്കൊക്കെ ആ ഗുണമുള്ളത്, ഇവരവിടെ പോയാൽ അവർക്ക് ആ തരത്തിലുള്ളൊരു ട്രെയിനിങ് ഇപ്പൊ ആ ക്വാളിറ്റിയിലേക്ക് വരുന്നുണ്ട്. ക്രമേണ ഇന്ത്യ വരുന്നുണ്ട്. കാരണം ഏത് ഫീൽഡിലും ആ ഫീൽഡിനെ ആളുകളായിട്ട് മാറ്റുന്നുണ്ടെങ്കിലും എങ്കിലും ആറ്റിറ്റ്യൂഡിനെ ഇപ്പോഴും ഡെവലപ്പ് ചെയ്യുന്നില്ല. കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന സ്കില്ല്, പാഷൻ, ഇതൊക്കെയാണ്. ആണോ? കമോൺ. അത് മറ്റുള്ളവരെ ഇംപ്രസ് ചെയ്യാനുള്ള കുറെ കാര്യങ്ങൾ എന്നല്ലാതെ അത് അവരവരുടെ ഒരു സ്പിരിച്വൽ ഗ്രോത്തിനായിട്ട് കൊണ്ടുവരുന്നത് വളരെ കുറവാണ്. ഒരു നമ്മുടെ ലക്ഷ്യം എന്തായിരിക്കും വെച്ചാൽ എല്ലാവരും പ്യുവർ എനർജി. ആ പ്യുവർ എനർജിയാണ്, അതിൻ്റെ ചെറിയൊരു അംശമാണ് മാനിപ്പുലേറ്റഡ് ആയിട്ട് ഗുണങ്ങളിൽ ഒരുങ്ങിക്കിടക്കുന്നത്. അപ്പോഴും നല്ലൊരു ശതമാനം എനർജിയും ഇപ്പോഴും കണ്ടാമിനേറ്റഡ് ആവാതെ അവിടെ നിൽക്കുകയാണ്. നമുക്ക് ഹൈഡ്രജനും ഓക്സിജനും ചേർന്നാൽ വെള്ളമാണ്, H2O. പക്ഷെ അന്തരീക്ഷത്തിൽ ഇപ്പോഴും വെള്ളമാവാത്ത അത്രയും ഹൈഡ്രജനും ഓക്സിജനും കിടക്കുകയാണ്. ഇതെല്ലാം കൂടി ഇങ്ങോട്ട് വെള്ളമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? അപ്പൊ എത്രയോ വെള്ളമാവാത്ത കിടക്കുന്ന ഹൈഡ്രജന്റെ ഓക്സിജന്റെ അളവ് കമോൺ കൂടുതലാണ്. എന്നതുപോലെ പ്യുവർ എനർജി, നമുക്ക് ആ ഒരു വിഷൻ ഉണ്ടാവും. ഒരു പ്യുവർ എനർജി അൺകണ്ടാമിനേറ്റഡ് ആയി അത് പ്യൂരിറ്റിയിൽ നിൽക്കുന്നുണ്ട്. അതിൻ്റെ ഒരു പെർസെൻറ്റേജ് മാത്രമാണ് ഈ ഗുണങ്ങളിൽ ഒരുങ്ങിക്കിടക്കുന്നത്. അപ്പൊ എൻ്റെ ഏത് പാഷനാണോ എന്നിലുള്ളത്, ആ പാഷനെ മാറ്റി നിർത്താതെ അത് കണ്ടെത്തി അതിനെ കുറേ കൂടി സ്കിൽഫുള്ളുമാക്കണം. എൻ്റെ ആറ്റിറ്റ്യൂഡ് കുറേ കൂടി നല്ലതാക്കി എനിക്കെപ്പോഴും ബോധമുണ്ടാകണം, ഞാൻ ആ പ്യുവർ എനർജിയിലേക്ക്, എൻ്റെ തത്വമസി, ആ തത്വത്തിലേക്ക്, അതിലേക്ക് ഞാൻ ഇവോൾവ് ചെയ്യാനാണ് ഈ ഭൂമിയിലേക്ക് വന്നത്. ആ ഒരു സ്പിരിച്വൽ സയൻസ് മനസ്സിലാക്കിക്കൊണ്ട് ഓരോ ആളുകളെയും ഡെവലപ്പ് ചെയ്തിരുന്നെങ്കിൽ നമുക്ക് ഹൈലി ക്വാളിറ്റേറ്റീവായ, ഹൈലി പാഷനേറ്റ് ആയ, ഹൈലി സ്പിരിച്വൽ ആയ. അപ്പൊ സ്പിരിച്വൽ എന്നുള്ള വാക്കിനർത്ഥം ഞാൻ ചന്ദനക്കുറിയിട്ട് പോലുള്ള സ്പിരിച്വൽ അല്ല, ഇതൊക്കെ ഒരു ചെറിയ ഷോ മാത്രം. പിന്നെ കളറായതുകൊണ്ട് തലവേദന, ഒരു നെറ്റിയിലുള്ള എന്താ പറയുക, അത് വേർപ്പൊക്കെ വലിച്ചെടുക്കുന്നല്ലാതെ പ്രത്യേകിച്ച് അതുകൊണ്ട് ഗുണമില്ല. നിങ്ങൾ വിചാരിക്കും ഇതിട്ട് കഴിഞ്ഞാൽ സ്പിരിച്വൽ ആയി എന്നുള്ളതാണ്. അതിനങ്ങനെ യാതൊന്നുമില്ല. സ്പിരിച്വൽ എന്ന് പറയുന്നത് ഫിസിക്കലേ അല്ല. സ്പിരിച്വൽ എന്ന് പറയുന്നത് അവനവന്റെ മൈൻഡിലാണ്. അതെപ്പോഴും നമുക്ക് ഓർമ്മ വേണം. നിങ്ങൾ ഏത് വസ്ത്രം എടുത്താലും നിങ്ങൾക്ക് സ്പിരിച്വൽ ആവും. നിങ്ങൾ ഏത് ജീവിതം നയിച്ചാലും നിങ്ങൾക്ക് സ്പിരിച്വൽ ആവും. പക്ഷെ ആ സ്പിരിച്വൽ ആകുമ്പോൾ അതിൽ പ്രധാനമായ 3 കാര്യങ്ങൾ മറക്കരുത്. 1 നമ്മുടെ കർമ്മം, പ്രവൃത്തികൾ. 2 ജ്ഞാനവിജ്ഞാനം. ആ ചെയ്യുന്ന കാര്യത്തിൽ വേണ്ടത്ര അറിവോട് കൂടിയിട്ട് നമ്മളത് എൻജോയ് ചെയ്യണം. 3ാമത്തെ ഞാൻ പറഞ്ഞു, നമുക്ക് നമ്മളിലും എൻജോയ് ചെയ്യാൻ സാധിക്കണം. അത് വിട്ടുപോകരുത്. എനിക്ക് എൻ്റെ പ്യുവർ എനർജിയിലേക്ക് ഞാൻ പടിപടിയായി ഉയരണം. ആ സ്റ്റെപ്പായിട്ട് ഉയരണമെങ്കിൽ എൻ്റെ ഉള്ളിലുള്ള മൈൻഡിനെ ഞാൻ ചെറുതായി ട്രാൻസ്ലെറ്റ് ചെയ്യണം. അപ്പോൾ 2 തരത്തിലുള്ള വാസനകൾ നമ്മൾ ശ്രദ്ധിക്കണേ. 1ാമത്തെ വാസന എന്ന് പറഞ്ഞാൽ കർമ്മവാസന എന്ന് പറയും. എന്താണ്?
കർമ്മവാസന. ഈ കർമ്മവാസനയാണ് നമ്മൾ പാഷൻ എന്ന് പറയുന്നത്. ഓരോരുത്തർക്കും ഓരോ പ്രവൃത്തിയിലും. രണ്ടാമത്തെ വാസന എന്ന് പറയുന്നത് ആ കർമ്മവാസനയിലുള്ള ഓരോരുത്തരെയും ആറ്റിറ്റ്യൂഡ്. അത് സെൽഫിഷ് ആകുമ്പോൾ ആ മനുഷ്യൻ തന്നിലേക്ക് വരും. അപ്പൊ സ്പിരിച്വലാക്കുന്നത് അവരെ ആ സെൽഫിഷ്നെസ്സിൽ നിന്നും കുറച്ചുകൂടി ഒരു സെൽഫ്ലെസ്സിലേക്ക്, മറ്റുള്ളവരിലേക്ക് അവളെ പടിപടിയായി ഉയർത്തുമ്പോൾ അയാളുടെ ആ സെൽഫിഷ് വേൾഡിൽ നിന്നും അയാൾ ഉയരും. ആണോ അല്ലേ? ഈ തരത്തിൽ ഒരാൾ പ്രവൃത്തിയിൽ അയാൾക്ക് സേവനം ചെയ്യുന്നതാണ് താല്പര്യം. അയാളെ അതിൽ തന്നെ അയാളെ പെർഫെക്റ്റ് ആക്കി മാറ്റിയാൽ ആ മേഖലകളിൽ എവിടെയൊക്കെയാണ് അയാൾക്ക് വികസിക്കാനുള്ളത് അവരെ അതിലേക്ക് മാറ്റി. ഞാനിത് പറയാൻ കാരണം വെച്ചാൽ, ഒരു ജോലിയും കിട്ടാതെ ഈ ഹൗസ് കീപ്പിംഗ് ജോലിക്ക് പോകുമ്പോൾ അവന്റെ ഉള്ളിൽ മുഴുവൻ ഫ്രസ്ട്രേഷനാണ്. ആണോ? പറയൂ നിങ്ങൾ. കാരണം തനിക്ക് ഒന്നും കിട്ടാത്തത് കൊണ്ട് പോകുന്നവരാണ്. ഇന്ന് നമ്മുടെ ഇന്ത്യയുടെ അവസ്ഥ തന്നെ, ഒന്നും കിട്ടാതെ. എന്നാൽ കുറച്ച് ആളുകൾ ഇപ്പോഴും കൃഷിയിലേക്ക് വരുന്നുണ്ട്. എന്നാൽ ഈ കൃഷിക്കാരുടെ മുഴുവൻ ഉള്ളിലുള്ള ഒരു വിഷമം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങള് കൃഷിക്കാര്, മനസ്സിലായില്ലേ, ഞങ്ങൾക്കൊന്നും പാവങ്ങൾ പഠിക്കാനൊന്നും പറ്റുന്നില്ല, ഇതൊക്കെ സമ്പന്നരുടെ ലോകമാണ്. ആ ആറ്റിറ്റ്യൂഡ് മാറി ആ കൃഷിക്കാരെ കൃഷിപ്പണി തന്നെ പഠിക്കുക. അത് പക്ഷേ മോഡേൺ ടെക്നോളജി വെച്ച് അവരെ സ്പിരിച്വലി അവേക്കൻ ചെയ്യാനുള്ള അവരുടെയും ആറ്റിറ്റ്യൂഡ് പോസിറ്റീവ് ആക്കിക്കൊണ്ട് എല്ലാവരും എത്തേണ്ടത് ഒരേ എനർജിയിലേക്കാണ്. അതിൽ ബ്രാഹ്മണൻ ഉന്നതനെന്നും ശൂദ്രൻ ഒരിക്കലും താഴെ ഉള്ളവനെന്നും ഇല്ല. എല്ലാവരും എത്തേണ്ടത്, എല്ലാവരും വന്നിരിക്കുന്നത് ഒരേ എനർജിയിൽ നിന്നാണ്, അല്ലാതെ വേറെ എവിടുന്നും വന്നിട്ടില്ല. ശൂദ്രനെ സംബന്ധിച്ച് അയാളുടെ ആറ്റിറ്റ്യൂഡ് മാറിയാൽ അയാൾക്കും ഉയരാൻ സാധിക്കും. ഭാരതത്തിന്റെ ജാതി വ്യവസ്ഥകൾ അങ്ങനെയായിരുന്നു. സത്യത്തിൽ നമുക്കത് ആരും പറഞ്ഞില്ല. നമ്മൾ മുഴുവൻ തെറ്റായ കാര്യങ്ങൾ പഠിച്ചു. അത് ഈ രാഷ്ട്രീയക്കാരുണ്ടാക്കിയ ഒരു വലിയ വിവാദമായിരുന്നു. കാരണം അതിൽ നിന്നാണല്ലോ റിസർവേഷൻ അത് ഇതൊക്കെ വന്നത്. അതൊന്നും ആയിരുന്നില്ല ശരിക്കും ഭാരതത്തിൽ വേണ്ടത്. അപ്പൊ തെറ്റായൊരു ജാതി വ്യവസ്ഥ നമ്മുടെ ഭാരതത്തിലുണ്ടെന്ന് പഠിപ്പിച്ചു. അങ്ങനെയാണ് ഇവിടെ എന്താണ് ഫോർവേഡ് എന്നും ബാക്ക്വേർഡ് എന്നും പഠിച്ചു. ആരും ഫോർവേഡുമായിരുന്നില്ല, ആരും ബാക്ക്വേർഡ്. നിങ്ങൾ നോക്കൂ, രാമായണം എടുത്തു. ഫോർ എക്സാമ്പിൾ, രത്നാകരൻ ബ്രാഹ്മണനായിരുന്നില്ല. ആണോ? രത്നാകരൻ ഒരു കള്ളനായിട്ട് നടന്ന ഒരാള്. അയാളെ ഒരു ഋഷിയാക്കി മാറ്റാൻ ഭാരത സംസ്കാരത്തിന് പറ്റിയിട്ടുണ്ടെങ്കിൽ അയാളുടെ ഉള്ളിലുള്ള ആ ആറ്റിറ്റ്യൂഡ് മാത്രമേ മാറ്റിയിട്ടുള്ളൂ. ആണോ? കമൺ, അയാളുടെ പുതിയൊരു ലോകം അയാൾക്ക് കാണിച്ചു കൊടുത്തു. ഇനി രാമൻ തന്നെ ക്ഷത്രിയനായി ജനിച്ചു, അയാൾ ബ്രാഹ്മണനായിരുന്നില്ല. രാമൻ അദ്ദേഹത്തിനെയാണല്ലോ ഇപ്പം ക്ഷേത്രത്തിൽ ബ്രാഹ്മണന് പൂജിക്കുന്നത്. അത് കഴിഞ്ഞ് ശ്രീരാമസ്വാമി ഇന്ററാക്ട് ചെയ്തതുകൊണ്ട് ഗുഹൻ കാട്ടിലുള്ളത്, ശബരീദേവി കാട്ടുവാസി, എത്ര ഉദാഹരണങ്ങൾ. ഇവരൊക്കെ ജാതി കൊണ്ട് നോക്കുകയാണെങ്കിൽ കാട്ടിലും മറ്റും ജനിച്ചവരാണ്. പക്ഷെ ശ്രീരാമസ്വാമി കൺസിഡർ ചെയ്ത് അവരൊക്കെ വലിയ ഗ്രേറ്റ് ഇവോൾഡ് സോളുകളായിട്ട്. ആണോ? കമൺ. ഇപ്പൊ ജാതി എന്ന് പറയുന്നത് ഒരിക്കലും ഒരാളുടെ ജന്മം കൊണ്ടായിരുന്നില്ല അവരൊന്നും നോക്കിയിരുന്നു. ഇനി കൃഷ്ണന്റെ ജീവിതം തന്നെ നോക്കൂ. കൃഷ്ണൻ ഗോപികമാര് എത്രമാത്രം താഴ്ന്ന തട്ടിലേക്കാണ് വന്നത്. ഗോപികമാരൊക്കെ കർഷക ജീവിതം നയിച്ചവരാണ്. ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ ശൂദ്രന്റെ അല്ലെങ്കിൽ വൈശ്യ ജീവിതം നയിച്ചവരാണ്. സേവകന്മാരുടെ ജീവിതം നയിച്ചവരാണ്. ആര്? ഗോപികമാർ. ആ ലെവലിലേക്കാണ് ആര് വന്നത്? കൃഷ്ണൻ വന്ന് വളരെ. അങ്ങനെ കൃഷ്ണൻ അവരുടെ കൂടെ നിന്ന് അവരുടെ കാർഷിക വൃത്തിയിൽ നിന്ന് അവരെ മാറ്റിയില്ല. എന്നാൽ അവരെ ആ ഒരു ലെവലിൽ നിന്നും കൃഷിപ്പണിയൊന്നും മാറ്റിയില്ല. അവരുടെ മൈൻഡിനെയും കുറവില്ല. ആണോ അല്ലയോ? ഇവിടെ അർജുനന്റെ പ്രവൃത്തിയിൽ നിന്ന് മാറ്റുന്നില്ല. അർജുന പ്രവൃത്തി നിന്ന് മാറുന്നത് കാരണം അത് പാഷനാണ്, നമ്മുടെ സ്കില്ലാണ്. ഇത്രയും കാലം നമ്മൾ ഡെവലപ്പ് ചെയ്തത്, എത്രയോ ജന്മജന്മങ്ങളായിട്ട് ഡെവലപ്പ് ചെയ്തത്. അതൊന്നും മാറാതെ എന്നാൽ ആ ചെയ്യുന്ന പ്രവൃത്തി കുറേ കൂടി സ്കിൽഫുള്ളായി. അതേപോലെ തന്നെ നമ്മൾ ചെയ്യുന്നതിൻ്റെ ആറ്റിറ്റ്യൂഡ് ഒന്ന് മാറ്റാൻ സാധിച്ചാൽ നമ്മളിൽ നിന്നും വരുന്ന പേഴ്സണാലിറ്റി വളരെ ഹയർ പേഴ്സണാലിറ്റി. അപ്പൊ മനസ്സിലാക്കേണ്ടത്, ശ്രദ്ധിക്കുക, ഞാൻ പറയുന്നത് വളരെ ശ്രദ്ധിക്കണം. ഒരു ബ്രാഹ്മണന് മാത്രമേ സ്പിരിച്വൽ ആവാൻ പറ്റുന്നുള്ളതല്ല, ഒരു ശൂദ്രനും. അപ്പൊ ശൂദ്രൻ എന്ന് പറയുന്നത് ജന്മം കൊണ്ടല്ല. ശൂദ്രൻ എന്ന് പറയുന്നതിന് കാരണം അവർക്ക് ശ്രദ്ധിക്കണം, ആ ശൂദ്രൻ എന്ന് പറയുന്ന ഒരാൾക്ക് സേവകന്റെ ജോലി ചെയ്യാനുള്ള ഒരു മൈൻഡ് സെറ്റാണ് അവർക്ക് ഉള്ളത്. അത് അവരുടെ ഓറിയന്റേഷൻ, അത് അവരുടെ ഉള്ളിലുള്ള പ്രോമിനന്റ് ആയിട്ടുള്ള അവരുടെ വാസനയാണ്. അപ്പൊ ആ ലെവലിൽ ഇരുന്നിട്ടും അവർക്ക് ആരാവാം? സ്പിരിച്വൽ ആവാം, ബ്രാഹ്മണനാവാം. മനസ്സിലായില്ലേ? നിങ്ങൾ ഭാരതത്തിൽ അനവധി ആളുകളെ, നിങ്ങൾ ആരെങ്കിലും വായിച്ചിട്ടുണ്ടോ അറിയില്ല,
നിസർഗദത്തമായ, കേട്ടിട്ടുണ്ടാരെങ്കിലും അങ്ങനെ പേര്? നിസർഗദത്തമായ. ഈ കേരളത്തിൽ തന്നെ എത്ര സെയിലുകൾ, ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങളോട് പറഞ്ഞു, ഈ തൃപ്പയാറിലൊരു അമ്മയുടെ കാര്യം ഞാൻ നിങ്ങളോട് ജസ്റ്റ് റെഫർ ചെയ്തു പറഞ്ഞല്ലോ. യോഗിനിയുമാണ്. അവരൊരു കാർപ്പൻറ്റർ ഫാമിലിയിലാണ് ജനിച്ചത്. കാർപ്പൻറ്റർ ഫാമിലിയിലാണ്, പക്ഷെ അവർ സ്പിരിച്വലി ഹൈലി ഇവോൾവായി. അപ്പൊ ഇവിടെ ജനിച്ചു എന്നുള്ളതല്ല, നിങ്ങൾ ഏത് പ്രവൃത്തി ചെയ്യുന്നു എന്നുള്ളതല്ല, ഈ പ്രവൃത്തിയിൽ നിങ്ങൾ ഇൻവോൾവ് ചെയ്യുന്നു, അത് എൻജോയ് ചെയ്യുന്നു. അതേപോലെ തന്നെ നിങ്ങളിൽ തന്നെ എൻജോയ് ചെയ്യുന്നു. നിങ്ങളാണ് സ്പിരിച്വൽ. ചെയ്യുന്നതും എൻജോയ് ചെയ്യുന്നു, നിങ്ങളിലും എൻജോയ് ചെയ്യുന്നു. മനസ്സിലാവുമല്ലോ? അവനവന്റെ കർമ്മങ്ങളിൽ എൻജോയ് ചെയ്യണമെങ്കിൽ ആ ആറ്റിറ്റ്യൂഡ് നമ്മൾ, അപ്പം ഞാൻ പറഞ്ഞ കോൺസെൻട്രേഷനും വേണം, ഇതും വേണം, റിലാക്സേഷൻ വേണം. അതുപോലെ അവനവരിലേക്കും ആ മൈൻഡിനെ കൊണ്ടുവരാൻ സാധിച്ചാൽ, അവനവരിലും എൻജോയ് ചെയ്താൽ, നിങ്ങൾ ഏത് ജാതിയിൽപ്പെട്ടവരാവട്ടെ, ഏത് തൊഴിൽ ചെയ്യുന്നവരാവട്ടെ, നിങ്ങൾ എക്സ്റ്റേണലി നിങ്ങളൊരു ബ്രാഹ്മണനോ ക്ഷത്രിയനോ വൈശ്യനോ, കാരണം നിങ്ങളുടെ ജോലിക്കനുസരിച്ച് അല്ലെങ്കിൽ നിങ്ങളുടെ ആ മൈൻഡിന്റെ ക്വാളിറ്റിക്ക് അനുസരിച്ച് നിങ്ങൾ ആരുമായിരിക്കും. പക്ഷെ ഇന്റേണലി നിങ്ങളെല്ലാവരും സ്പിരിച്വൽ. ക്ലിയർ ആണോ പറയുന്നത്? അപ്പൊ എന്തിനാ ഈ 4 ക്ലാസിഫിക്കേഷൻ വെച്ചത്? ഓരോരുത്തരുടെയും പാഷൻ ഓരോരുത്തരിൽ നിന്നും ഡിഫറെന്റ് ആണ്. അപ്പൊ ജ്ഞാനത്തിൽ കൂടുതൽ പാഷനേറ്റ് ആയ ബ്രാഹ്മണനായി, ഒരു പ്രൊട്ടക്ഷനിൽ കൂടുതൽ, സംരക്ഷണത്തിൽ തൻ്റെ ആ ഒരു തരത്തിൽ ചിന്തിക്കുന്ന ഒരാൾ, അതായത് മിലിറ്ററി തുടങ്ങിയ പോലീസ്, മറ്റുള്ളവരെ പ്രൊട്ടക്ട് ചെയ്യുക, അതിലൊരു കൂടുതൽ മൈൻഡുള്ളവര് ക്ഷത്രിയനാണ്. കൃഷി ബിസിനസ്സൊക്കെ ചെയ്യണം എന്നുള്ള ഒരു ജോലി ചെയ്യണം. ഇപ്പം നിങ്ങളൊക്കെ, നമ്മൾ അധിക പേരും വൈശ്യന്മാരാണ്. കാരണം എല്ലാവരും കൃഷിപ്പണി എന്ന് പറഞ്ഞപ്പോൾ കമ്പ്യൂട്ടർ ഒരു കൃഷിപ്പണിയാണ്. അപ്പം അതിൻ്റെ മുന്നിലിരുന്ന് പണിയെടുക്കുന്നതും നമ്മളൊരു പണി ചെയ്യാറില്ല, ഒരു കൃഷിപ്പണി, എന്തെങ്കിലും ബിസിനസ്സാണ്. ആ പണി ചെയ്യുന്നവരിലെ ആ ഒരു ആറ്റിറ്റ്യൂഡ്, അല്ലെ എന്താ പറയുക, കർമ്മത്തോടെ വാസന അതായതുകൊണ്ട് അവര് വൈശ്യരാണ്. ഇനി സേവനം ചെയ്യണം എന്നുള്ളൊരു മൈൻഡിന്റെ പാഷനുള്ളവര് ശൂദ്രനാണ്. അതിനർത്ഥം സേവനം എന്ന് പറയുന്നത് ജ്ഞാനത്തെക്കാൾ മോശം എന്നല്ല ഇവിടെ പറയുന്നത്. ആർ യു ഫോളോയിങ് മീ? സേവനവും ജ്ഞാനവും എല്ലാം ഒരേ ലെവലിലാണ്, എല്ലാം ഒരേ ലെവലിലാണ്. എത്രത്തോളം ജ്ഞാനത്തിന് ഒരാൾക്ക് താല്പര്യമുണ്ടോ, എത്രത്തോളം ഒരാൾക്ക് സേവനത്തിൽ താല്പര്യമുണ്ടോ, രണ്ടുപേരുടെയും പാഷൻ, ഒരാൾ ജ്ഞാനത്തിലാണ്, ഒരാൾ സേവനത്തിലാണ്. രണ്ടുപേരും ഈക്വലാണ്. നമുക്ക് ഭാരതം എന്താണ് ഈ കാര്യത്തിൽ, ഈ ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യ ശൂദ്രന്മാരെന്ന് പറയുന്നതിൽ ശരിക്കും പറഞ്ഞാൽ ഭാരതത്തിന്റെ ആ കൺസെപ്റ്റ് ശരിക്കും പണ്ടുണ്ടായിരുന്നത് ബ്രാഹ്മണർ വേണം. കാരണം പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ കണ്ടുപിടിക്കാൻ ആര് വേണം? ബ്രാഹ്മണർ വേണം. അപ്പോഴേ ആ കണ്ടുപിടുത്തങ്ങളെ ഇന്നത്തെ പ്രവൃത്തിയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നു. അപ്പൊ നോക്കൂ, ക്ഷത്രിയന്മാർക്ക് അവർക്കും ബ്രാഹ്മണൻ വേണം. കാരണം പുതിയ പുതിയ ആയുധങ്ങൾ അവർക്ക് വേണം, അത് കണ്ടുപിടിക്കാൻ ഒരാൾ വേണം. ഇപ്പൊ നമ്മൾ R&D എന്ന് പറയുന്നു, അല്ലെ? ഒരു റിസർച്ച് വിങ് വേണം. അപ്പൊ അവർ കണ്ടുപിടിക്കുന്നപ്പോൾ നമുക്ക് DRDO ഒക്കെ ഉള്ള വിങ്ങുകളൊക്കെ ഇതൊക്കെ ഉള്ളത് കൊണ്ടാണ് ഇപ്പൊ നമുക്ക് കോവിഡ് വന്നു. നമുക്കൊരു റിസർച്ച് വിങ് ഉള്ളത് കൊണ്ടാണ് നമുക്ക് പെട്ടെന്ന് വാക്സിനൊക്കെ കണ്ടുപിടിക്കാൻ സാധിച്ചത്. അപ്പൊ അങ്ങനെ മൈൻഡ് ഒരു കണ്ടുപിടുത്തത്തിൽ വെക്കുമ്പോൾ അവൻ ബ്രാഹ്മണനാണ്, അതിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുമ്പോൾ അവൻ ക്ഷത്രിയനാണ്, ഇവിടെ അത് ബിസിനസ് ചെയ്യുമ്പോൾ അവൻ വൈശ്യനാണ്. പിന്നെ ഇത് കുത്തിവെക്കണമല്ലോ ആരെങ്കിലും കയ്യിലേക്ക്. ഒരു സേവനം ചെയ്യാതെ സാധനം ഉള്ളിലേക്ക് കയറില്ലല്ലോ. അപ്പൊ കുത്തിവെക്കുന്ന ഒരു സേവകൻ ഉണ്ടെങ്കിൽ ശൂദ്രൻ. അതിനർത്ഥം കണ്ടുപിടിച്ചവൻ സുപ്പീരിയറും കുത്തിവെക്കുന്നവൻ ഇൻഫീരിയർ ഒന്നും ഒരിക്കലുമില്ല. എല്ലാവർക്കും ഈക്വൽ റോളുണ്ട്, എല്ലാവരും പരസ്പരം കണക്റ്റഡ് ആണ്. ഈ സേവകനില്ലെങ്കിൽ കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. എല്ലാം വേണം നമുക്ക്, ഈ 4 വേണം. ഈ 4 ഈക്വലാണ്. ബ്രാഹ്മണനെ പോലെ തന്നെ ശൂദ്രനും ഈക്വലാണ്. ഒരു രാമനെ ഓർക്ക് ശബരീദേവി ആലിംഗനം ചെയ്യുന്ന, അതേപോലെ തന്നെ കൃഷ്ണനെ ഓർക്ക് ഗോപികമാരെയും ഗോപന്മാരെയും ആലിംഗനം ചെയ്യുന്ന, ആരെയും കൃഷ്ണൻ ഒരിക്കലും താഴെ വെച്ചിട്ടില്ല. ഈ ലെവലിൽ എല്ലാവരും ഒരേപോലെ വർക്ക് ചെയ്യുന്നവരാണ്. കൃഷ്ണൻ പറയുന്നു, എങ്കിൽ അവരുടെ ആറ്റിറ്റ്യൂഡ് കൂടി ഒന്ന് ശരിയാക്കി കഴിഞ്ഞാൽ അവർക്ക് എക്സ്റ്റേണലി എൻജോയ് ചെയ്യാം, ഇന്റേണലി എൻജോയ് ചെയ്യാം. അതുകൊണ്ട് നമുക്ക് എന്താണോ പാഷൻ, ഞാനിത് പറയാൻ കാരണം, ഏത് പാഷനാണോ ആ പാഷനിൽ നിന്നുകൊണ്ട് നമ്മൾ ജീവിച്ചാൽ അതിൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക് സ്പിരിച്വൽ ആവാൻ
സാധിക്കും. സ്പിരിച്വൽ ആവാൻ വേറെ ഒന്നും ചെയ്യേണ്ട, ഇതൊന്നും വിട്ടുപോകേണ്ട കാര്യം. എനിക്കൊരു സേവനം ചെയ്യുന്നതിലാണ്, എനിക്ക് ഗാർഡനിങ്ങിനാണ്, ഓക്കെ ഗാർഡനിങ് മതി. പക്ഷെ അതിൽ ഞാൻ ഇൻവോൾവ് ചെയ്യണം, അതിൽ ഞാൻ എൻജോയ് ചെയ്യണം. അതേപോലെ തന്നെ അതെല്ലാം വിട്ട് ആത്മന എനിക്കെല്ലാം വിട്ടിട്ട് ആരെങ്കിലും സന്തോഷിക്കാൻ പറ്റണം. ആ കോൺസെൻട്രേഷനും ആ റിലാക്സേഷനും എൻ്റെ പ്യുവർ എനർജിയിലേക്ക്, എൻ്റെ ആ ഹൈ എനർജിയിലേക്ക് എനിക്ക് കൊണ്ടുവന്ന് ആത്മതത്വത്തെ, ബ്രഹ്മതത്വത്തെ അനുഭവിക്കാനും സാധിക്കും. ഇങ്ങനെ ആരുടെ മൈൻഡ് സെറ്റ് ആവുന്നുണ്ടോ അവരെവിടെ ജീവിച്ചാലും, നിങ്ങൾ അടുക്കളയിൽ ഇരുന്നാലും നിങ്ങൾക്ക് സ്പിരിച്വൽ, എവിടെ ഇരുന്നും ആത്മസാക്ഷാത്കാരം നേടാൻ പറ്റും എന്ന് കൃഷ്ണൻ ഉറപ്പു തരികയാണ്. അതുകൊണ്ട് നിങ്ങൾ വിചാരിക്കേണ്ട വീട്ടിലെ പണിയൊക്കെ വിട്ടിട്ട് ചെന്ന് നാരായണീയം പഠിച്ചാൽ മാത്രമേ ഗതിയുള്ളൂ. അങ്ങനെ നിങ്ങളൊരു പക്ഷേ നാരായണീയം മനസ്സിൽ അതിലൊരു താല്പര്യമുള്ളതുകൊണ്ടല്ല, ആരോ പറഞ്ഞ നാരായണീയം പഠിച്ചാൽ നിങ്ങൾക്ക് ഗതി കിട്ടും. അവസാനം നാരായണീയം ചെല്ലുമ്പോഴെന്തായിരിക്കും, എന്നാലും ആ മക്കൾ വരുമൊന്നും ഉണ്ടാക്കി വെച്ചില്ല, ഭർത്താവ് വരുമൊന്നും ഉണ്ടാക്കി വെച്ചില്ല, ഇങ്ങനത്തെ കരിഞ്ഞ വെണ്ടയ്ക്കുണ്ട്, വിനാന്ത ഉപ്പുള്ള പുളിശ്ശേരിയുണ്ട്. അവരതൊക്കെ കഴിച്ചിട്ട് തന്നെ ചെയ്തു. ഇവിടെ സാന്ദ്രാനന്ദാവബോധാത്മകം. എന്ത് സാന്ദ്രാനന്ദത്തിലേക്കാണ് മനസ്സ് പോകുന്നത്? കാരണം മനസ്സ് മുഴുവൻ കമോൺ, ഒരു പ്രവൃത്തി നമ്മൾ ചെയ്യേണ്ടുന്ന പ്രവൃത്തി വിട്ട് വേറൊരു പ്രവൃത്തിയിലേക്ക് നമ്മൾ പോയി അതിലാണ് മാത്രമാണ് സ്പിരിച്വൽ എന്ന് ഒരിക്കലും തോന്നണ്ട. അപ്പൊ സ്പിരിച്വൽ എന്ന വാക്കിന്റെ ഡെഫിനിഷൻ തന്നെ കൃഷ്ണൻ മാറ്റുകയാണ്.